Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Pioneer, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആരോഗ്യമന്ത്രി വീണ ജോർജ് പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ചികിത്സയിൽ തുടരും. കഴുത്തിനേറ്റ ക്ഷതം കാരണം കടുത്ത വേദന അനുഭവപ്പെടുന്നതിനാലാണ് ചികിത്സ തുടരാൻ തീരുമാനമായത്. 13-അംഗ വിദഗ്ധ സംഘമാണ് മന്ത്രിയെ പരിശോധിച്ച് തീരുമാനമെടുത്തത്. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനെ ആശുപത്രി സൂപ്രണ്ടും വിദഗ്ധ ഡോക്ടർമാരും അടങ്ങിയ സംഘമാണ് വ്യാഴാഴ്ച രാവിലെ വിശദമായി പരിശോധിച്ചത്. MRI പരിശോധനയിൽ കഴുത്തിന് ക്ഷതമുണ്ടായ കാര്യം സ്ഥിരീകരിച്ചിരുന്നു. ഇത് കാരണമാണ് വേദന അനുഭവപ്പെടുന്നതെന്നാണ് ഡോക്ടർമാരുടെ വിലയിരുത്തൽ. ഒരു ദിവസം കൂടി കഴിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് മാറ്റുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാമെന്ന് ഡോക്ടർമാർ അറിയിച്ചു. രക്തസമ്മർദ്ദവും മറ്റ് ആരോഗ്യനിലയും സാധാരണ നിലയിലാണ്. അടിയന്തര ശസ്ത്രക്രിയ വേണ്ട സാഹചര്യം ഇപ്പോൾ ഇല്ലെന്നും ബോർഡ് വിലയിരുത്തി. നിരന്തര നിരീക്ഷണം ആവശ്യമായതിനാൽ ICUവിൽ തന്നെ ചികിത്സ തുടരുവാൻ മെഡിക്കൽ ബോർഡ് തീരുമാനിച്ചു. നിലവിലുള്ള ശാരീരികാവസ്ഥയിൽ യാത്ര അനുവദനീയമല്ലാത്തതിനാൽ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി ICUവിൽ തന്നെ മന്ത്രിയുടെ ചികിത്സ തുടരാനാണ് തീരുമാനം. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. KSRTC പയ്യന്നൂർ ഡിപ്പോയിൽ വാഹന പുക പരിശോധന കേന്ദ്രം തുറന്നു. മലബാറിലെ ആദ്യ കേന്ദ്രമാണ് പയ്യന്നൂരിൽ തുറന്നത്. TI മധുസൂദൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. KSRTCയുടെ പുകപരിശോധനാ കേന്ദ്രങ്ങൾ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി കേരളത്തിലെ 3ാമത്തെ കേന്ദ്രം പയ്യന്നൂർ ഡിപ്പോയിൽ തുറന്നു. TI മധുസൂദനൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ചിലപ്പോൾ ആ മത്സരത്തിൽ യഥാർത്ഥത്തിൽ മുന്നിൽ നിൽക്കുന്ന നിലയിൽ പയ്യന്നൂർ ഡിപ്പോ ഏറ്റവും മികച്ച നിലയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. ഡ്രൈവിംഗ് സ്കൂള് അതൊരു പരീക്ഷണമായി പല കോണുകളിൽ നിന്നും വലിയ എതിർപ്പുകളൊക്കെ ഉണ്ടായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ വലിയ നിലയിൽ ആളുകൾ അതിനെ സ്വീകരിക്കുന്ന നിലയുണ്ടായി. വിശേഷിച്ചും ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഏറ്റവും ഉത്തരവാദിത്തത്തോടെ കൃത്യതയോടുകൂടി ആ കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റുന്ന ഒരു. പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സരിൻ ശശി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ ആൽവിൻ T സേവ്യർ, വാർഡ് കൗൺസിലർ VKP ഇസ്മയിൽ, KSRTC കണ്ണൂർ ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർ V മനോജ് കുമാർ, പയ്യന്നൂർ ജോയിന്റ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ ഷാനവാസ് കരീം, അസിസ്റ്റന്റ് ഡിപ്പോ എഞ്ചിനീയർ സന്തോഷ് V ബാലൻ, K ഷിനോദ്, ദിലീപ് കുമാർ PR, സജിത് KV, സഹദേവൻ KK, ചന്ദ്രൻ PV തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. പെട്രോൾ, ഡീസൽ, CNG വാഹനങ്ങൾ ഇവിടെ പരിശോധിക്കും. എല്ലാ ദിവസവും രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെ പുകപരിശോധന നടത്തും. ഞായറാഴ്ച അവധിയില്ല. പരിശീലനം ലഭിച്ച മെക്കാനിക്കൽ വിഭാഗം ജീവനക്കാർക്കാണ് ഇതിന്റെ ചുമതല. ഡിപ്പോ എഞ്ചിനീയർ A സന്തോഷിനാണ് മേൽനോട്ടം. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കല്യാശ്ശേരി മണ്ഡലത്തിൽ വിവിധയിടങ്ങളിൽ കോൺഗ്രസ് ഓഫീസുകൾക്ക് നേരെ ആക്രമം. സംഭവത്തിന് പിന്നിൽ CPM എന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. പിലാത്തറ പഴിച്ചിയിൽ ചെറുതാഴം മണ്ഡലം കമ്മിറ്റി ഓഫീസിന്റെ ജനൽ ചില്ലുകൾ തകർത്തു. ഓഫീസിന് മുന്നിൽ സ്ഥാപിച്ച കൊടിമരത്തിലെ കൊടി പറിച്ചു മാറ്റുകയും ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വ്യാഴാഴ്ച പുലർച്ചെയോടെയാണ് സംഭവമെന്ന് നേതാക്കൾ പറയുന്നു. ചെറുതാഴം ഹനുമാരമ്പലത്തിന് സമീപത്തെ ഇന്ദിരാഭവൻ കരിയോയിൽ ഒഴിച്ച് വികൃതമാക്കുകയും 7 നിർമ്മാണത്തിലിരിക്കുന്ന കോൺഗ്രസ് ഓഫീസിന് സമീപത്തെ കൊടിമരം പിഴുതെറിയുകയും ചെയ്തു. അക്രമത്തിന് പിന്നിൽ CPM ആണെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. ആരോഗ്യമന്ത്രി വീണ ജോർജിനെ
ആക്രമിച്ചു എന്ന കള്ളപ്രചരണമുണ്ടാക്കി ഈ ജില്ലയിലാകെ CPMകാർ അക്രമം നടത്തി വരികയാണ് ഇന്നലെ മുതൽ. ആ അക്രമത്തിൻ്റെ ഭാഗമായി വർഷങ്ങളോളം നിരന്തരമായ അക്രമത്തിന് വിധേയമാകുന്ന ഒരു കോൺഗ്രസ് ഓഫീസാണ് പഴിച്ചീരെ കോൺഗ്രസ് ഓഫീസും ഈ ചെറുതാഴം മണ്ഡലത്തിലുള്ള പല കോൺഗ്രസ് ഓഫീസുകളും. ഇന്നലെ രാത്രിയാണ് ഏതാണ്ട് 1 മണിയാണ് ഈ പഴിച്ചീരെ കോൺഗ്രസ് ഓഫീസിന് അക്രമം നടത്തിയത് എന്നാണ് ഇതിൻ്റെ അടുത്ത വീട്ടുകാരിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. AK ആന്റണി ഉദ്ഘാടനം ചെയ്ത ഈ മന്ദിരം നിരവധി തവണ അക്രമത്തിന് വിധേയമായിട്ടുണ്ട്. ഒരു തവണ ഇതേപോലെ ജനൽപ്പാടുകൾ അടിച്ചു തകർത്തു, ഒരു തവണ ഓഫീസിന് തീയിട്ടു. അങ്ങനെ കുറേ നാളുകൾ ഉപയോഗശൂന്യമായി കിടക്കുന്ന ഈ കോൺഗ്രസ് ഓഫീസ് ഇപ്പോൾ അടുത്ത കാലത്താണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് ഒതുക്കി പണിത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആ മണ്ഡലം കമ്മിറ്റി ഓഫീസാണ് ഇത് ഉപയോഗിച്ചു വരുന്നത്. അവിടെയാണ് ഇന്നലെ വീണ്ടും ഈ ഓഫീസ് ഇപ്പോൾ ആക്രമിക്കപ്പെട്ടിട്ടുള്ളത്. KPCC അംഗം MP ഉണ്ണികൃഷ്ണൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് V രാജൻ, മണ്ഡലം പ്രസിഡന്റ് U രാമചന്ദ്രൻ, മിഥുൻ കുളപ്പുറം, സരീഷ് പുത്തൂർ, മാത്താടൻ ഭാസ്കരൻ, P വിജയൻ തുടങ്ങിയവർ സ്ഥലത്തെത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. മാത്തലിലെ കാങ്കോൽ ആലപ്പടമ്പ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് ആക്രമികൾ അടിച്ചു തകർത്തു. സംഭവത്തിന് പിന്നിൽ CPM ആണെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. ബുധനാഴ്ച രാത്രിയാണ് സംഭവം. മാത്തിലിലെ കാങ്കോൽ ആലപ്പടമ്പ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് ഇരുളിന്റെ മറവിൽ അക്രമികൾ അടിച്ചു തകർത്തു. ബുധനാഴ്ച രാത്രിയിലാണ് സംഭവം. ആക്രമണത്തിൽ ഓഫീസിന്റെ ജനാലകളുടെ ചില്ലുകളും ബൾബുകളും തകർന്നു. കൊടിമരം പിഴുതുമാറ്റി, ബാനറുകൾ കീറി നശിപ്പിച്ചു. ആക്രമണത്തിന് പിന്നിൽ CPM ആണെന്ന് പകൽ പോലെ വ്യക്തമാണെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ മന്ത്രി വീണ ജോർജ് നടത്തിയ നാടകത്തിന്റെ ഭാഗമായി CPMന്റെ ഗുണ്ടകൾ നാടെങ്ങും നടത്തിയ അക്രമങ്ങളുടെ തുടർച്ചയാണ് മാത്തിലിലെ ഓഫീസിനു നേർക്കും നടന്നതെന്ന് ചെറുപുഴ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് മഹേഷ് കുന്നമ്മൽ ആരോപിച്ചു. കേരളത്തിന്റെ ആരോഗ്യമന്ത്രി ഇന്നലെ ഉച്ചക്ക് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ആടിയ ഒരു നടനം, ഒരു നാട്യം, ആ നാടകത്തിന്റെ ഭാഗമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം CPMന്റെ ഗുണ്ടകൾ കോൺഗ്രസിന്റെ ഓഫീസുകൾക്ക് നേരെ ആക്രമണം നടത്തുകയും പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി കോൺഗ്രസിന്റെ ഫ്ലക്സുകൾ വലിച്ചെറിയുകയും കൊടിമരം തകർക്കുകയും ആളുകളെ ആക്രമിക്കുകയൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി കാങ്കോൽ പഞ്ചായത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ഓഫീസായ മാത്തിലെ പ്രിയദർശിനി മന്ദിരം ഇന്നലെ രാത്രി CPMന്റെ ഒരു കൂട്ടം തമ്മാടികൾ അടിച്ചു തകർത്തിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രിക്കെതിരെ വ്യാപകമായ രീതിയിൽ ഈ ആരോഗ്യ വകുപ്പിനെതിരെയും കേരളത്തിലുടനീളം പൊതുജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന വലിയ രീതിയിലുള്ള അപമതിപ്പ്, അതുപോലെ തന്നെ ഈ നാണംകെട്ട സർക്കാരിനെതിരെ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന വലിയ രീതിയിലുള്ള എതിർപ്പ്, ഇത് മറികടക്കുന്നതിന് വേണ്ടി ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് രക്തസാക്ഷി പരിവേഷം ലഭിക്കുന്നതിന് ഇന്നലെ നിയമസഭാ സ്പീക്കറും ആരോഗ്യവകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും ചേർന്ന് നടത്തിയ നാടകത്തിന്റെ ഭാഗമായി കേരളത്തിലുടനീളം CPM കലാപം അഴിച്ചുവിട്ടിരിക്കുകയാണ്. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് N അബ്ദുൾ റഹ്മാൻ, PK ലക്ഷ്മണൻ, വൈശാഖ് ഏറ്റുകൊടുക്ക, ദിലീപ് P, രാജേഷ് ഏറ്റുകൊടുക്ക തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പയ്യന്നൂർ നഗരസഭയിലെ 46-ാം വാർഡിലെ തിരഞ്ഞെടുപ്പ് റദ്ദ് ചെയ്ത് ഉപതിരഞ്ഞെടുപ്പ് നടത്തണമെന്ന ആവശ്യവുമായി പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി UDF ചെയർമാൻ A രൂപേഷിന്റെ നേതൃത്വത്തിൽ ഇലക്ഷൻ കമ്മീഷൻ മുമ്പാകെ പരാതി സമർപ്പിച്ചു. കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിനോടൊപ്പം പയ്യന്നൂർ നഗരസഭയിലും ഡിസംബർ 11-നാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ആകെയുള്ള 46 വാർഡിൽ 45 കൗൺസിലർമാരും സത്യപ്രതിജ്ഞ അധികാരമെടുത്ത് കൗൺസിൽ യോഗമൊക്കെ ചേർന്ന് കഴിഞ്ഞു. ഇപ്പം 46-ാം വാർഡ്, നമ്മളെ നഗരസഭയിൽ 46-ാം വാർഡ് മൊട്ടമ്മൽ വാർഡ്, അത് VK നിഷാദാണ് വിജയിച്ചത്. പക്ഷേ തെരഞ്ഞെടുപ്പ് നോമിനേഷൻ സമർപ്പിക്കുന്ന സന്ദർഭത്തിൽ കോടതി ശിക്ഷാവിധി ഉണ്ടായിരുന്നില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോൾ VK നിഷാദിന് കൂട്ടുപ്രതികളടക്കം 20 വർഷത്തോളം പോലീസിനെ ആക്രമിച്ച കേസിൽ ശിക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. സ്വാഭാവികമായും അത് ആ സമയത്ത് തന്നെ തെരഞ്ഞെടുപ്പ് അസാധുവായി മാറേണ്ടതാണ്. പക്ഷേ നോമിനേഷൻ കൊടുക്കുന്ന സന്ദർഭത്തിൽ ശിക്ഷിക്കപ്പെടാതിരുന്നതിനാൽ തുടർ നടപടിയുമായി മുന്നോട്ട് പോകാമെന്ന നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം. പക്ഷേ ശിക്ഷിക്കപ്പെട്ട് 1 മാസത്തിനകത്ത് സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന തെരഞ്ഞെടുപ്പ് ചട്ടമുണ്ട്. ആ ചട്ടത്തിന് വിരുദ്ധമായിട്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ട് 1 മാസം കഴിഞ്ഞിട്ടും സത്യപ്രതിജ്ഞ ചെയ്ത് കൗൺസിലറായിട്ട് അധികാരം ഏറ്റെടുക്കാൻ VK നിഷാദിന് സാധിച്ചിട്ടില്ല. ഇപ്പം നിലവിലെ സ്ഥിതി എന്ന് പറഞ്ഞാൽ 2-3 കൗൺസിൽ യോഗം തന്നെ നടന്നു കഴിഞ്ഞു. അതിനുശേഷം
45 വാർഡുകളിലും വാർഡ് സഭകൾ ചേർന്നു. വാർഡ് സഭകൾ ചേർന്ന് വാർഡിൽ വരുന്ന വിവിധ പദ്ധതി നിർദ്ദേശങ്ങളൊക്കെ വാർഡ് സഭയിൽ കേട്ടു. അതുകൂടാതെ നഗരസഭയുടെ വികസന സെമിനാർ കഴിഞ്ഞു. ഈ വികസന സെമിനാറിലും പദ്ധതി നിർദ്ദേശങ്ങളിലൊന്നും 46-ാം വാർഡിലെ മുട്ടമ്മൽ വാർഡിൻ്റെ നിർദ്ദേശങ്ങളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. ലഭിക്കാതിരിക്കാൻ കാരണം അവിടെ നിലവിൽ കൗൺസിലറില്ല. ഒരു മാസത്തിനുള്ളിൽ തന്നെ സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന ചട്ടത്തിന് വിരുദ്ധമായി ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഒരു നിലവിൽ കൗൺസിലർ ഇല്ലാത്ത സ്ഥിതിയായി. കൗൺസിലറെ അസാധുവാക്കണം. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അടിയന്തരമായി മുട്ടമ്മൽ വാർഡിനെ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് കൊണ്ടുപോകണം എന്നാണ് നിർദ്ദേശിക്കാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് പയ്യന്നൂരിലെ UDFൻ്റെ നേതൃത്വം പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതിക്ക് അടിയന്തര പരിഹാരം കാണണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. അടിയന്തര ഘട്ടങ്ങളിൽ രക്തം തേടി അലയുന്നവർക്ക് പയ്യന്നൂരിൽ ഒരാശ്വാസ പേരുണ്ട്, ജർമീസ് ഉസ്മാൻ. വർഷങ്ങളായി O പോസിറ്റീവ് രക്തം ആവശ്യമുള്ളവർക്ക് തണലായി നിൽക്കുന്ന ജർമീസ് ഈ സൽപ്രവൃത്തിയിലൂടെ പയ്യന്നൂരുകാരുടെ പ്രിയങ്കരിയായി മാറിയിരിക്കുകയാണ്. ഈ ദൗത്യം ഏറ്റെടുക്കാൻ ഇവരുടെ 2 ആൺമക്കളും സദാ സന്നദ്ധരായി ഒപ്പമുണ്ട്. അത്യാവശ്യമായി O പോസിറ്റീവ് ബ്ലഡ് വേണമെന്നൊരു മെസ്സേജ്. ഞാൻ റെഡി എന്ന് സ്പോട്ടിൽ മറുപടി. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് പയ്യന്നൂർ ഗേൾസ് ഹൈസ്കൂളിന് സമീപത്തെ ജർമീസ് ഇത്തേനെയാണ്. രക്തദാനം ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയ ജർമീസ് ഇത്തയെ നമുക്ക് പരിചയപ്പെടാം. ഇത്ത നമസ്കാരം, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. നോമ്പൊക്കെ ഉണ്ടാകും അല്ലേ? ഓക്കെ, നമുക്കെന്നാ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പ്രേക്ഷകർക്ക് അറിയിക്കണ്ടേ, ഒന്ന് പരിചയപ്പെടാം. ഇതാണ് ഞാൻ പറഞ്ഞ ജർമീസ് ഇത്ത, രക്തദാനം ജീവിതത്തിന്റെ ഭാഗമാക്കിയ ആ ഒരാള്. നമുക്ക് കൂടുതൽ പരിചയപ്പെടാം. ജർമീസ് ഇത്ത എപ്പോഴാണ് ആദ്യമായിട്ട് രക്തം കൊടുക്കുന്നത്? ഏകദേശം ഒരു 21-ാമത്തെ വയസ്സിലായിരുന്നു. ഒരനുഭവം ഉണ്ടായിട്ടുണ്ടല്ലേ ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ? ആ അനുഭവം എന്താണെന്നൊന്ന് പറഞ്ഞു കൊടുക്കാം. സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് ബ്ലഡ് കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ആ ഒരു ഇതൊന്നും മനസ്സിലാക്കിയിട്ടൊന്നും കൊടുത്തതല്ല. സത്യത്തിൽ ലേഡീസ് ഹോസ്റ്റലിൽ താമസിക്കുന്ന സമയത്ത് നമുക്ക് പുറത്തു പോകാനുള്ള ചാൻസ് കുറച്ച് കുറവാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു ടൈമിലായിരുന്നു ഒരു കോൾ വന്നത്. അപ്പോൾ അധികം റൂംമേറ്റ്സിലും കുറവായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ കൊടുക്കാം, എൻ്റെത് O പോസിറ്റീവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒന്ന് പോയതാണ്. അന്ന് ഹോസ്റ്റലിൽ അവിടെ താമസിക്കുന്ന സമയത്ത് പുറത്തൊന്നും നമ്മൾ പോയില്ല. പഠിക്കാൻ പോകുന്ന സ്ഥാപനം ഹോസ്റ്റൽ അങ്ങനെയുള്ളൊരു ഇതാണ്. അപ്പോൾ ശനി ഞായർ ദിവസം ഒരു ശനിയാഴ്ച ദിവസമാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പുറത്തു പോകാന്നുള്ള രീതിയിലായിരുന്നു ഫസ്റ്റ് ചെയ്തത്. പിന്നെയാണ് കുറച്ചുകൂടെ ഇതായ ശേഷം ഇതിൻ്റെ കാര്യഗൗരവം മനസ്സിലാക്കി ഇപ്പം പിന്നെ തുടർച്ചയായിട്ട് 3 മാസം കൂടുമ്പോൾ കൊടുക്കുന്നുണ്ട്. മക്കളും ഈ ഒരു മേഖലയിൽ ജർമീസ് ഇത്തയെ പിന്തുടർന്ന് വരുന്നുണ്ടല്ലേ? ഉണ്ട്. 2 മക്കളല്ലേ? 2 ആൺകുട്ടി, 3 കുട്ടികളുള്ളത്. 2 ആൺമക്കളും പിന്നെ ഇതുപോലെ ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വേറെ എന്തെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ? ഏതെങ്കിലും ഈ ബ്ലഡ് കൊടുക്കുന്ന സംഘടനയിലോ അങ്ങനെ എന്തെങ്കിലും പ്രവർത്തിക്കുന്നു? അതിൽ മെമ്പറാണ്. അപ്പോൾ അതിൽ നമ്മൾ ആ ഗ്രൂപ്പിൽ വരും. ഇങ്ങനെ പോസിറ്റീവ് ബ്ലഡ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഡേറ്റ് ആയി കഴിഞ്ഞാൽ തന്നെ മിക്കവാറും പോയി കൊടുക്കാറുണ്ട്. അങ്ങനെ ഇത് വരാനില്ല. പിന്നെ ക്യാമ്പ് സംഘടിപ്പിക്കാറുണ്ട്, ക്യാമ്പുകളിൽ പങ്കെടുക്കാറുണ്ട്, അങ്ങനെയൊക്കെ കൊടുക്കും. അതുപോലെ തന്നെ വിളിക്കാതെ തന്നെ ചെന്ന് ബ്ലഡ് ബാങ്കിൽ ബ്ലഡ് കൊടുക്കുന്നുണ്ട് അല്ലേ? എന്തായാലും ജർമീസ് ഇത്തയെ പോലുള്ള ആൾക്കാരാണ് നമ്മുടെ സമൂഹത്തിന് ഇനിയും ആവശ്യം. രക്തദാനം ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയിരിക്കുകയാണ് ജർമീസ് ഇത്ത. വീഡിയോ ജേർണലിസ്റ്റ് അഗ്നിവേഷ് കുഞ്ഞിമംഗലത്തിനൊപ്പം അഞ്ജലി ലക്ഷ്മണൻ, നെറ്റ്വർക്ക് ന്യൂസ്. കണ്ണുകളിൽ ഇരുട്ടുണ്ടെങ്കിലും സംഗീതം കൊണ്ട് ലോകം കീഴടക്കാൻ ഒരുങ്ങുകയാണ് പയ്യന്നൂർ കൊച്ചി സ്വദേശിയായ മുഹമ്മദ് ലിയാൻ. പ്രശസ്ത ഗായകൻ റാപ്പർ വേടനോടൊപ്പം തോളോട് തോൾ ചേർന്ന് വേദി പങ്കിട്ട് കാണികളെ വിസ്മയിപ്പിച്ചിരിക്കുകയാണ് ഈ മിടുക്കൻ. കാഴ്ചയല്ല കരളുറപ്പാണ് ലിയാന്റെ കരുത്ത്. ഒരു ഉണർത്തുപാട്ട് പാടാൻ വേണ്ടിയിട്ട് ഇത്രയും കുഞ്ഞേ മനുഷ്യൻ ഒരു ഉണർത്തുപാട്ട് പഠിച്ചു വെച്ചിരിക്കുക എന്നുള്ള കാര്യമുണ്ടല്ലോ. അപ്പൊ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ നിന്നെ പരിചയപ്പെടുത്തണം. കണ്ടത് എന്റെ പേര് ലിയാൻ, എന്റെ വീട് പയ്യന്നൂരാണ്. ഞാൻ ജനിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അവനെ കണ്ണിന് എന്തോ പ്രശ്നം ഉണ്ട് എന്ന്. 90% ഡിസബിലിറ്റി ഉണ്ട് അവന്. 10% കാഴ്ചയുള്ളൂ കണ്ണിന്.
മലയാളം റാപ്പ് ലോകത്ത് ശ്രദ്ധേയനായ വേടന്റെ കൂടെ സ്റ്റേജ് കീഴടക്കുന്ന പയ്യന്നൂരിലെ മുഹമ്മദ് ലിയാനാണ് നമ്മുടെ കൂടെ ഇപ്പോൾ ചേരുന്നത്. നമസ്കാരം ലിയാൻ. അപ്പോൾ ലിയാൻ എങ്ങനെയാണ്, കടുത്ത ആരാധകനാണോ വേടന്റെ? അതെ. അപ്പോൾ എങ്ങനെയാണ് വേടന്റെ കൂടെ പാടാനുള്ള ഒരു അവസരം തേടിയെത്തിയത്? അത് ഫസ്റ്റ് ഗബ്രിയില്ലേ, ഗബ്രീൻ്റെ ഒരു സോങ് ഞാൻ ഇവിടുന്ന് പാടി റെക്കോർഡ് ചെയ്തിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഇട്ടു. അപ്പോൾ അതിന് 1 മില്യൺ വ്യൂസ് കിട്ടി. അങ്ങനെ അത് ഗബ്രി കണ്ടു. അങ്ങനെ ഗബ്രി ഈ അടുത്ത് വരുമ്പോൾ എന്നെ വിളിച്ചു. അങ്ങനെ ഗബ്രീൻ്റെ അപ്പുറം സ്റ്റേജിൽ പെർഫോം ചെയ്തു. അപ്പോൾ അത് വേടനും കണ്ടു. അപ്പോൾ വേടൻ്റെ അപ്പുറം പാടാനൊരു അവസരം കിട്ടി. അപ്പോൾ ഈ പാട്ടുകളൊക്കെ പഠിച്ചെടുക്കാൻ ഒരുപാട് വിഷമാണല്ലേ? എന്താ വെച്ചാൽ ഒന്നാമത് ഭയങ്കര സ്പീഡില്ല പാട്ടായിരിക്കും. അപ്പോൾ ആ പാട്ട് പഠിച്ചെടുക്കാൻ ആരാണ് സഹായിക്കുന്നത്? ഉമ്മാണ്. ഉമ്മ എന്താ ചെയ്യുക? ഉമ്മ എനിക്ക് ഞാൻ KVയിലാണ് പഠിച്ചിന്. അപ്പോൾ മലയാളം ഇല്ല സബ്ജക്റ്റ്. അപ്പോൾ മലയാളം ലിറിക്സ് എല്ലാം മലയാളത്തിലായിരിക്കും. അത് ഉമ്മ ഇംഗ്ലീഷിലേക്ക് എഴുതി തരും. അങ്ങനെ പഠിക്കല്ലേ. ഇപ്പോൾ വേടൻ്റെ കൂടെ 2 സ്റ്റേജുകളിൽ പാടി അല്ലേ? എങ്ങനെയുണ്ട് ആ എക്സ്പീരിയൻസ്? നല്ല സന്തോഷമുണ്ട്. ഞാൻ വേടൻ്റെ ഭയങ്കര ആരാധനയാണ്. പണ്ടേ വേടൻ്റെ പാട്ടെല്ലാം കേൾക്കുന്നതാണ്. അപ്പം നല്ല സന്തോഷമുണ്ട് വേടൻ്റെ അപ്പുറം സ്റ്റേജിൽ നിന്ന് പെർഫോം ചെയ്യാൻ പറ്റിയത്. ഞാനൊരു തിരുത്തൽവാദി, വിധിയെ തകിടം മറിക്കാൻ വന്നൊരുവൻ, എനിക്ക് തിടുക്കമായി വിജയം ഉറപ്പിച്ചൊരുക്കി വെച്ചിടുവൻ, തന്നുടെ കരുത്തു മുഴുവൻ അവസരത്തിനായി കാത്തു വെച്ചൊരുവൻ, തന്നിലുറങ്ങിക്കിടക്കും കൊടിയ മുറുകത്തെ തുറന്നു വിട്ടൊരുവൻ. എവിടെ പോണു നീ അവിടെ ഇരിക്കെ, മുഴുവനും പറയട്ടെ, ഉള്ളിലെ കഥകൾ കഥക് തുറന്ന കിതപ്പവൻ അറിയട്ടെ, മനസ്സ് മറച്ച മറവിലൊളിച്ചത് മതി പദവികൾ തിരയട്ടെ, ഇന്നലെ കടിച്ചു തുപ്പി വിട്ടിറച്ചി ഈ പിടി വലിച്ചവരറിയട്ടെ. അപ്പോൾ മുഹമ്മദ് റിയാന് പിന്നെ ചെറിയൊരു പ്രശ്നമുള്ളത് 90% കാഴ്ചക്ക് പരിമിതിയുണ്ട്. അപ്പോൾ ആ ഒരു 10% കാഴ്ച വെച്ചാണ് മുഹമ്മദ് ലിയാൻ ഇതൊക്കെ സാധിക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്കിനി ആ ഒരു മുഹമ്മദ് ലിയാൻ്റെ അടുത്ത ഒരു ഐറ്റമായ റോളർ സ്കേറ്റിംഗ് കൂടി ഒന്ന് കണ്ടാലോ? മലയാള റാപ്പ് സംഗീതത്തിന് ഒരു വാഗ്ദാനം തന്നെയാണ് മുഹമ്മദ് ലിയാൻ. ക്യാമറമാൻ സുമേഷിനൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്. റഷ്യൻ യുവതിക്ക് ആശ്വാസഹസ്തമായി പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്. സ്കൂട്ടറിൽ നിന്ന് വീണ് ഇടത് കൈത്തണ്ടയിൽ പരിക്ക് പറ്റിയ റഷ്യൻ യുവതി നതാലിയയ്ക്ക് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അടിയന്തര ശസ്ത്രക്രിയ നടത്തി. യോഗ ഗവേഷണത്തിന് വന്നതായിരുന്നു നതാലിയ. ഫെബ്രുവരി 10 ഇടത് കൈത്തണ്ടയിൽ വേദനയും നീരും അധികമായതിനാൽ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് റഫർ ചെയ്ത നതാലിയ എന്ന രോഗിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത അതേ ദിവസം തന്നെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കുകയായിരുന്നു. പിന്നീട് ഫെബ്രുവരി 16 രോഗിയെ ഡിസ്ചാർജ് ചെയ്തു. കേരളത്തിലെ പൊതു ആരോഗ്യ സംവിധാനത്തിന്റെ മികവും സുതാര്യതയും അതിശയിപ്പിക്കുന്നതും കുറ്റമറ്റതുമാണെന്ന് നതാലിയ അഭിപ്രായപ്പെട്ടു. ഇത് സോവിയറ്റ് കാലഘട്ടത്തിലെ റഷ്യയിലെ പൊതു ആരോഗ്യ സംവിധാനത്തെ ഓർമ്മപ്പെടുത്തുന്ന അനുഭവമായി മാറിയെന്ന് അവർ കൂട്ടിച്ചേർത്തു. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം തുടർ ചികിത്സയുടെ ഭാഗമായി ഓർത്തോ വിഭാഗത്തിലെ ഡോക്ടർമാർ, നഴ്സിംഗ് വിഭാഗം ജീവനക്കാർ എന്നിവരുടെ ഭാഗത്തുനിന്ന് നല്ല സ്നേഹവും സഹകരണവും തനിക്ക് ലഭിക്കുന്നുണ്ട് എന്ന് നതാലിയ പറഞ്ഞു. Everything very fastly actually doing. We got proper replies on my situation, what to do if we will not do surgery, what can happen. So for me it was
real the first experience of surgery, and during surgery we switch on Russian rock music. It was for me very I just feel more comfortable and relaxed, so I am grateful to all doctors I got here. യോഗ കോളീഗായിട്ടുള്ള നതാലിയയ്ക്ക് ഒരു കൈക്ക് ആക്സിഡൻറ്റ് സംഭവിച്ചപ്പോഴാണ് ഞങ്ങൾ പരിയാരം മെഡിക്കൽ കോളേജ് വരേണ്ട വന്നത്. ഞങ്ങളുടെ യോഗ ഇൻസ്ട്രക്ടറാണ് ഞങ്ങളെ കൂടി സജസ്റ്റ് ചെയ്തത് നിങ്ങളിവിടെ പോകുന്നതായിട്ട്. ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് വളരെ നല്ല ട്രീറ്റ്മെൻറ്റാണ് കിട്ടിയത്. വേറെ എവിടെ കിട്ടുന്നതിനേക്കാളും അല്ലെങ്കിൽ നമ്മുടെ മികച്ച സംവിധാനം തന്നെയാണുള്ളത്. കേരളത്തിൻ്റെ മെഡിക്കൽ സിസ്റ്റം വളരെ ഡെവലപ്ഡ് ആണ്. അത് അവർക്ക് നന്നായിട്ട് മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ വളരെ നല്ല ചികിത്സ കിട്ടിയത്. കയ്യിൽ സർജറി ചെയ്തു, അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റീൽ ഇംപ്ലാന്റ് ചെയ്യേണ്ട വന്നു. അത് ചെയ്തതെല്ലാം വളരെ നന്നായിട്ട് നടന്നു. അപ്പോൾ ഇവർക്ക് തന്നെ വളരെ നമുക്ക് മതിപ്പുണ്ടായിട്ടുണ്ട്. വിദേശത്തിലാക്കി നമ്മുടെ നാട്ടിൽ വന്നിട്ട് ട്രീറ്റ്മെൻറ്റ് കിട്ടിയിട്ട് അതിനകത്ത് വളരെ മതിപ്പോട് സംസാരിക്കുന്ന ഒരു വലിയ അഭിമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു പ്രൊഫഷണൽ വൈദഗ്ധ്യത്തോടെയുള്ള കേരളത്തിലെ ചികിത്സയും പരിചരണവും വലിയ മാതൃകയാണ് എന്നും അവർ അഭിപ്രായപ്പെട്ടു. വളരെ ചുരുങ്ങിയ ചിലവിൽ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നടത്തിയ ഈ വിഭാഗത്തിൽപ്പെടുന്ന ശസ്ത്രക്രിയകൾക്ക് റഷ്യ ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളിൽ വലിയ ചിലവ് വരുന്നതാണ്. വളരെ വേഗത്തിൽ കൃത്യസമയത്ത് ചികിത്സ നൽകിയത് കൊണ്ട് തന്നെ രോഗി വേഗത്തിൽ സുഖം പ്രാപിച്ചു വരുന്നതായി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ കെ സുദീപ് പറഞ്ഞു. ഓർത്തോ വിഭാഗത്തിലെ ഡോക്ടർമാർ, മറ്റ് ജീവനക്കാർ എന്നിവരെ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സൈറു ഫിലിപ്പ് അഭിനന്ദിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. യാത്രക്കാരെ സ്നേഹത്തോടെ വിളിച്ച് ബസ്സിൽ കയറ്റുകയും ലഗേജ് എടുത്തു വയ്ക്കാൻ കൈത്താങ്ങാകുകയും ചെയ്യുകയാണ് പയ്യന്നൂരിലെ ഒരു ഡ്രൈവറും കണ്ടക്ടറും. യാത്രാവേളകളിലെ ഒരു സാധാരണ കാഴ്ചയാണെങ്കിലും സോഷ്യൽ മീഡിയകളിൽ വലിയ ചർച്ചയാവുകയാണ് KSRTC ജീവനക്കാരുടെ ഈ സേവന മനോഭാവം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് സോഷ്യൽ മീഡിയയിൽ വൈറലായ 2 KSRTC ജീവനക്കാരെയാണ്. മന്ത്രി KB ഗണേഷ് കുമാർ ഉൾപ്പെടെ അവരുടെ പോസ്റ്റൊക്കെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് അവരുടെ വിശേഷങ്ങളൊന്ന് കണ്ടുവരാം. പയ്യന്നൂർ KSRTCയിലെ ഈ ഡ്രൈവർ കണ്ടക്ടർ കൂട്ടുകെട്ടാണ് യാത്രക്കാരുടെ ഹൃദയം കീഴടക്കി ഇപ്പോൾ വൈറലായിരിക്കുന്നത്. ബസ്സിലേക്ക് കയറാൻ ബുദ്ധിമുട്ടുന്നവരെ കൈപിടിച്ചു കയറ്റുകയും യാത്രക്കാരുടെ സാധനങ്ങൾ സുരക്ഷിതമായി ബസ്സിൽ എടുത്തു വെച്ച് കൊടുക്കുക തുടങ്ങി എല്ലാ സഹായവും ചെയ്തു കൊടുക്കുകയും ചെയ്യും ഇവർ രണ്ടുപേരുമാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞ കയ്യടി നേടിയ ആ 2 പേർ. ഈ ഒരു വീഡിയോ വൈറലായപ്പോൾ മന്ത്രി KB ഗണേഷ് കുമാറൊക്കെ നേരിട്ട് വിളിച്ച് അഭിനന്ദിച്ചിരുന്നോ? നേരിട്ട് വിളിച്ചിട്ടില്ല, ഫേസ്ബുക്കിൽ അദ്ദേഹം അത് ഷെയർ ചെയ്തായിരുന്നു. അതെന്നൊരു അംഗീകാരമായിട്ട് കാണുന്നു. പ്രത്യേകിച്ചൊന്നും പറയാനില്ല, ഇത് ചെറിയൊരു പ്രൈവറ്റ് സെക്ടറാണ്. അപ്പം നമ്മൾ ആളെ വിളിച്ചാൽ മാത്രമേ യാത്രക്കാരെല്ലാം കയറ്റുള്ളൂ. നമ്മുടെ കണ്ടക്ടർ മാക്സിമം ആൾക്കാരെ വിളിച്ച് കയറ്റുന്ന ഒരാളാണ്. ഉത്തരവാദിത്തത്തോടെയും മനുഷ്യസ്നേഹത്തോടെയും ജോലി ചെയ്യുന്ന ഇവരുടെ സമീപനം ഇതിനകം യാത്രക്കാരുടെ അഭിനന്ദനം നേടിയെടുത്തു കഴിഞ്ഞു. ഇവരോടൊത്തുള്ള യാത്ര സുഖകരമായ അനുഭവമാണെന്ന് യാത്രക്കാരും പറയുന്നു. ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ നിരവധി പേരാണ് ഇവരെ അഭിനന്ദിച്ച് രംഗത്തെത്തിയത്. തുടർന്ന് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ തന്റെ സോഷ്യൽ മീഡിയ പേജിൽ ഈ ദൃശ്യങ്ങൾ പങ്കുവച്ചതോടെ അഭിനന്ദന പ്രവാഹം കൂടുതൽ ശക്തമായി. സാധാരണ യാത്രയെ സ്നേഹസ്പർശമുള്ള അനുഭവമാക്കി മാറ്റിയ ഈ KSRTC ജീവനക്കാർ സേവനമാണ് ഏറ്റവും വലിയ കടമ എന്ന സന്ദേശം തന്നെയാണ് സമൂഹത്തിന് മുന്നിൽ ഉയർത്തിക്കാട്ടുന്നത്. സോഷ്യൽ മീഡിയയിൽ വൈറലായ ഈ കാഴ്ച പൊതുഗതാഗത രംഗത്ത് മനുഷ്യസ്നേഹത്തിന്റെ നല്ല മാതൃകയായി മാറുകയാണ്. മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞത് സത്യം തന്നെയാണ്. ഇതുപോലുള്ള ജീവനക്കാരുണ്ടെങ്കിൽ KSRTC ലാഭത്തിലേക്കല്ലാണ്ട് നഷ്ടത്തിലേക്ക് പോകില്ല. ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം അഞ്ജലി ലക്ഷ്മണൻ, നെറ്റ്വർക്ക് ന്യൂസ്. മാക്സ്ട്രോ ഷൂസ് ആൻഡ് ബാഗ്സ് ഷോറൂം പയ്യന്നൂർ മെയിൻ റോഡിൽ KSA ടവറിൽ പ്രവർത്തനം ആരംഭിച്ചു. പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ മാക്സ്ട്രോ ഷൂസ് ആൻഡ് ബാഗ്സ് ഷോറൂം മെയിൻ റോഡിൽ KSA ടവറിൽ പ്രവർത്തനം ആരംഭിച്ചു. പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് സരിൻ ശശി, ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KO വിജയകുമാർ, KRFA കണ്ണൂർ ജില്ലാ കമ്മിറ്റി ജനറൽ സെക്രട്ടറി സവാദ് കെ, മാക്സ്ട്രോ ഫൗണ്ടർ മുഹമ്മദ് റിഷാദ് PP, ഡയറക്ടർമാരായ നൌഷാദ് P, ആഷിഖ് KK തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഉദ്ഘാടന ദിവസം ഉപഭോക്താക്കൾക്കായി ആദ്യം പർച്ചേസ് ചെയ്ത 20 കസ്റ്റമേഴ്സിനായി ബൈ 1 ഗെറ്റ് 1 ഓഫറും എല്ലാ പർച്ചേസിനും 15% വിലക്കിഴിവും നൽകി.
പാർട്ടി വെയർ, മെൻസ് ഫോർമൽസ്, ലേഡി ഹാൻഡ് ബാഗ്സ്, കിഡ്സ് വെയർ, ട്രാവൽ ബാഗ്, ആക്സസറീസ് തുടങ്ങിയവയുടെ വിപുലമായ ശേഖരമാണ് മാക്സ് സ്റ്റോർ ഷൂസ് ആൻഡ് ബാഗ്സിൽ ഒരുക്കിയിരിക്കുന്നത്. മാക്സ് സ്റ്റോർ ഷൂസ് ആൻഡ് ബാഗ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി 04985201013 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. 40 വർഷമായി തുളുവന്നൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ കൊടിക്കുറ തയ്ക്കുവാൻ നിയോഗം ലഭിച്ചത് PV കുഞ്ഞിരാമന്. വ്യാഴാഴ്ചയാണ് തുളുവന്നൂർ മഹാവിഷ്ണു ക്ഷേത്രോത്സവം കൊടിയേറുക. പയ്യന്നൂരിലെ പ്രശസ്തമായ ക്ഷേത്രങ്ങളിലൊന്നാണ് തുളുവന്നൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം. 26-നാണ് അവിടെ കൊടിയേറ്റ മഹോത്സവം ആരംഭിക്കുക. കഴിഞ്ഞ 40 വർഷത്തിലധികമായി അവിടെ കൊടിക്കൂറ തയ്യാറാക്കുന്ന കുഞ്ഞിരാമേട്ടനെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. കുഞ്ഞിരാമേട്ടൻ ഇപ്പോൾ ഒരു 40 വർഷത്തിലധികമായി ഇവിടെ കൊടിക്കൂറ തയ്യാറാക്കുന്നത്. അപ്പോൾ ആ ഒരു നിയോഗം എങ്ങനെയാണ് കുഞ്ഞിരാമേട്ടനിലെത്തിയത്? ഞാൻ ഇവിടെ താമസമായ എൻ്റെ 21-ാമത്തെ വയസ്സിലാണ് ഇങ്ങോട്ട് പയ്യന്നൂരേക്ക് വന്നതിന്. അതൊരു കുഞ്ഞുമംഗലത്തായിരുന്നു. ഇവിടെ വന്ന് KV ദാമോദരൻ്റെ പീടികയിൽ ടൈലറായിട്ട് 10 കൊല്ലം പണിയെടുത്തു. അവിടുന്ന് സതി ടെക്സ്റ്റോർ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനം പയ്യന്നൂർ ഞാൻ സ്വന്തമായിട്ട് തുടങ്ങി. ആ സമയത്ത് ഞാൻ ഇവിടെ ചെറിയ വീട് വെച്ചു. ഇവിടെ താമസം അമ്പലത്തിൽ പോകാൻ തുടങ്ങി. അമ്പലത്തിൽ പോകാൻ തുടങ്ങി അമ്പലം കമ്മിറ്റിക്കാരെ പിന്നെ കമ്മിറ്റിയിലേക്ക് എന്നെ എടുത്തു. ഞാനന്ന് വൈസ് പ്രസിഡൻറ്റ്. കൊടിയേറ്റ സമയത്ത് കൊടി കൂറ തുന്നാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അതൊരു പുതിയൊരു ഇതാണെന്നല്ല അത്. അപ്പോൾ ഞാൻ ടൈലറായിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ തന്നെ അതിൻ്റെ കാര്യം ഏറ്റെടുക്കുക, ഞാനത് ആരെ വേണ്ടി കണ്ടിട്ട് ഞാൻ ചെയ്തോളാം പറഞ്ഞു. അപ്പോൾ അന്ന് മുതൽ കൊല്ലത്തിൽ പുതിയ പുതിയ കൊടി അടിച്ചുകൊള്ളും. അത് ഞാൻ വളരെ കൃത്യനിഷ്ഠതയോടുകൂടി മത്സ്യമാംസങ്ങളൊന്നും അന്ന് കഴിക്കില്ല. അത് കൊടി തുടങ്ങുന്ന 4 ദിവസം വളരെ വ്രതത്തോട് കൂടിയിട്ട് ശുദ്ധിയോട് കൂടിയിട്ട് ചെയ്യാറുള്ളൂ. അങ്ങനെ ആ ഭഗവാന്റെ നിയോഗം എനിക്ക് ഈ കൊല്ലം വരെ കിട്ടി. ഇനിയിപ്പോൾ 80 വയസ്സായി. ഇനിയിപ്പം അടുത്ത കൊല്ലം കിട്ടുമെന്നുള്ളത് പറയാൻ പറ്റുമോ? കയ്യെങ്കിൽ അന്നേരം ചെയ്തു കൊടുക്കും. അപ്പോൾ ഇപ്പോൾ 40 വർഷമായി ഇപ്പം ഈ കൊടിക്കൂറ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിൽ ഈ മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? മറക്കാൻ പറ്റാത്ത അനുഭവം എന്ന് പറഞ്ഞാൽ ഇത് ഉത്സവം തുടങ്ങുന്നതിന് മുമ്പേ എനിക്കൊരു ടെൻഷനാവും ഇത് ആവുന്നത് വരെ. ഇപ്പം ഞാനൊരു 10 ദിവസം മുന്നേ തയ്യാറാക്കി ഇറക്കി കൊണ്ട് കൊടുത്തു. അത് എന്താണ് വ്രതനിഷ്ഠയോട് കൂടിയിട്ടാണ്. ആ ദിവസങ്ങൾ ഞാനിവിടെ മത്സ്യമൊന്നും മണിക്കൂല, മത്സ്യം കഴിക്കൂല. അത് കൊടി അടിക്കാൻ തുടങ്ങിയാൽ അന്നേരം പീടിയിൽ നിന്ന് അടിക്കൽ. ഇപ്പോൾ ഈ 2 കൊല്ലമായിട്ടാണ് ഇടത് തുടങ്ങിയത്. അങ്ങനെ ഒരു അനുഭവം ഉണ്ട് എനിക്കത്. ഭഗവാന്റെ ഒരു ശേഷി ഉണ്ട്, അത് ഞാനെന്നും സ്മരിക്കുന്നു. 40 വർഷം കൊണ്ട് ഇദ്ദേഹം ഉണ്ടാക്കിയ ആ പാരമ്പര്യം പിന്തുടരാൻ അദ്ദേഹത്തിന് ഇനിയും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ക്യാമറാമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്. മത്സ്യത്തൊഴിലാളി വിഭാഗങ്ങളുടെ ഉന്നമനം ലക്ഷ്യമിട്ട് മത്സ്യത്തൊഴിലാളി ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. പയ്യന്നൂർ നഗരസഭയിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സരിൻ ശശി ഉദ്ഘാടനം ചെയ്തു. മത്സ്യത്തൊഴിലാളി വിഭാഗങ്ങളുടെ ഉന്നമനം ലക്ഷ്യമിട്ട് മത്സ്യത്തൊഴിലാളി ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. മാടായി മത്സ്യഭവന്റെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ നഗരസഭയിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സരിൻ ശശി ഉദ്ഘാടനം ചെയ്തു. വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. വലിയ പ്രതിസന്ധികളോട് മറുപടി മുന്നോട്ട് പോകുന്ന വിഭാഗമാണ് മത്സ്യമേഖലയിൽ തൊഴിലെടുക്കുന്നവരെന്നത് നമുക്കെല്ലാം അറിവുള്ളൊരു കാര്യമാണ്. നല്ലതുപോലെ സർക്കാരിൻ്റെയും മറ്റ് വിദേശ സ്ഥാപനങ്ങളെല്ലാം സഹായം ലഭിക്കേണ്ട വിഭാഗം കൂടിയാണ്. നല്ല കാഴ്ചപ്പാട് നമുക്കെല്ലാം ഉണ്ട്. അതിനെല്ലാം ഉതകുന്ന നിലയിലേക്കുള്ള ക്ലാസുകളും നിർദ്ദേശങ്ങളും ഒക്കെ വരുമ്പോൾ അതിനോട് സഹകരിച്ചും അതിൻ്റെ കാര്യങ്ങൾ നിർവഹിച്ചും മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട് എന്ന് മാത്രം ഏറ്റവും ചുരുങ്ങിയ വാർത്ത സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ക്ലാസ് വിജയകരമായി പൂർത്തീകരിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം നിർവഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ VP മോഹനൻ മാസ്റ്റർ, TV ഷീബ, ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ AS ആസിഫ്, ഫിഷറീസ് ഓഫീസർ CP ആശ, K പത്മലക്ഷ്മി, A എമേരി, K സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. രാജ്മോഹൻ ഉണ്ണിത്താൻ MPയുടെ പ്രാദേശിക വികസന പദ്ധതി പ്രകാരം പയ്യന്നൂർ, കല്യാശ്ശേരി അസംബ്ലി മണ്ഡലങ്ങളിലെ ഭിന്നശേഷിക്കാർക്ക്
ഇലക്ട്രോണിക് വീൽചെയർ വിതരണം ചെയ്തു. MP ലാഡ്സ് പദ്ധതി പ്രകാരമാണ് വീൽചെയറുകൾ വിതരണം ചെയ്തത്. പക്ഷെ ഇവിടെ തന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ 20,80,000 രൂപയുടെ വീൽചെയറുകൾ വിതരണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ പ്രാവശ്യവും 15 ലക്ഷമാണെങ്കിൽ ആ 15 ലക്ഷം അല്ല ഞാൻ കൊടുക്കുന്നത്. ഇന്ന് തന്നെ 50,62,000 രൂപയുടെയാണ് ഇപ്പോൾ കൊടുത്തത്. ഇപ്പോൾ ഇവിടെ കൊടുക്കാൻ പോകുന്നത് കൂട്ടിയാൽ ഏതാണ്ട് 11 ലക്ഷം രൂപയാണ് ഇവിടുത്തെ 10 ഇലക്ട്രോണിക് വീൽചെയർ. അപ്പോൾ ഒരു MP എന്ന് പറഞ്ഞാൽ 7 MLA ചേരുന്നതാണ്. മഞ്ചേശ്വരം, കാസർഗോഡ്, ഉടുമ, കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ, കല്യാശ്ശേരി. അപ്പോൾ ഒരു MPക്ക് 7 അസംബ്ലി കൊടുക്കാൻ കിട്ടുന്ന 5 ലക്ഷം രൂപയാണ്. അതിൽ 1,25,00,000 പട്ടികജാതി പട്ടികവർഗ ഭിന്നശേഷിക്കാർക്ക് മാറ്റിയാൽ 3,75,00,000 രൂപയാണ് കിട്ടുന്നത്. 4 മുനിസിപ്പാലിറ്റിയാണ് വന്നത്: കാസർഗോഡ്, കാഞ്ഞങ്ങാട്, നീലേശ്വരം, പയ്യന്നൂർ. ഇവിടെ എല്ലാം കൂടെ ചേർത്ത് 62 മണ്ഡലം കമ്മിറ്റികളുണ്ട്. MP ലാഡ്സ് പദ്ധതി പ്രകാരം രാജ്മോഹൻ ഉണ്ണിത്താൻ MPയുടെ പ്രാദേശിക വികസന നിധിയിൽ നിന്നും പ്രപ്പോസലുകളായി പയ്യന്നൂർ, കല്യാശ്ശേരി അസംബ്ലി മണ്ഡലങ്ങളിലെ 10 ഭിന്നശേഷിക്കാർക്ക് ഇലക്ട്രോണിക് വീൽചെയർ വിതരണം ചെയ്തു. ചടങ്ങിന്റെ ഉദ്ഘാടനം പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ MP നിർവഹിച്ചു. സാമൂഹ്യനീതി വകുപ്പ് ഹെഡ് അക്കൗണ്ടന്റ് ഷമിത്ത് അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ നഗരസഭാ കൗൺസിലർ VKP ഇസ്മായിൽ, K ജയരാജ്, A രൂപേഷ്, VK ഷാഫി, പിലാക്കൽ അശോകൻ, ആകാശ് ഭാസ്കരൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കുളപ്പുറം വായനശാല ആൻഡ് ഗ്രന്ഥാലയം പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന് വർണ്ണാഭമായ തുടക്കം. പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. കുളപ്പുറം വായനശാല ആൻഡ് ഗ്രന്ഥാലയം പ്ലാറ്റിനം ജൂബിലി ആഘോഷ പരിപാടികൾ പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. ഞാനിവിടെ വന്നപ്പോൾ എൻ്റെ മനസ്സിൽ വന്നിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളെ വെച്ചിട്ടൊരു കവിത പോലെ ഞാൻ എഴുതിയിട്ടുണ്ട്. അത് ഞാൻ ആദ്യം പറയാം. തലമുറയുടെ കഥകൾ കുടികൊണ്ട കുളപ്പുറമേ നിനക്കു നമസ്കാരം. തലമുറയുടെ കഥകൾ കുടികൊണ്ട കുളപ്പുറമേ നിനക്കു നമസ്കാരം. ഇളവയിൽ ഇളമ, ഹിമചന്ദ്രികയുടെ ശീതളിമ, കഥകളിയുടെ ഗരിമ, ശസ്താക്കൂത്തിൻ പഴമ, ചരിത്രവർമ്മൻ മഹിമ. കുളങ്ങൾക്ക് പുറമെ കുളപ്പുറം, കുളങ്ങൾക്ക് പുറമെയാണ് കുളപ്പുറം. തലമുറയുടെ കഥകൾ കുടികൊണ്ട കുളപ്പുറമേ നിനക്ക് നമസ്കാരം. സ്നേഹം ലഹരിയാക്കേണ്ട കാലമാണിതെന്ന് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഓർമ്മപ്പെടുത്തി. വായനയും കലയും ലഹരിയാക്കി കാലത്തെ അതിജീവിക്കാൻ നമുക്ക് കഴിയണമെന്നും കൈതപ്രം പറഞ്ഞു. സംഘാടക സമിതി ചെയർമാൻ M ദിവാകരൻ അധ്യക്ഷത വഹിച്ചു. കേരള ബാങ്ക് വൈസ് പ്രസിഡന്റ് TV രാജേഷ് മുഖ്യാതിഥിയായി. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയെ IV ശിവരാമൻ പൊന്നാടി അണിയിച്ചു. ചടങ്ങിൽ കുളപ്പുറത്തെ 75 വയസ്സ് പിന്നിട്ട 64ഓളം പേരെ ആദരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് R ബബിത കുമാരി ഉപഹാര സമർപ്പണം നിർവഹിച്ചു. സുഭാഷ് അറുകര മുതിർന്നവരുമായി സംവദിച്ചു. K ശിവകുമാർ, ഡോക്ടർ രാജേഷ് കടന്നപ്പള്ളി, കൃഷ്ണൻ നടുവലത്ത്, R ഉണ്ണിമാധവൻ, CP ഷിജു, A മാധവൻ, KV ലേഖ, MV സൗമ്യ, P ഷൈമ, M ശ്രീധരൻ, MV രവി, VV ചന്ദ്രശേഖരൻ, TV അനീഷ്, VV മനോജ്കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുളപ്പുറം ബീറ്റ്സിന്റെ തിങ്കൾ കണ്ണാടി ഗാനമേള അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പെരളം ദേശീയ കലാസമിതിയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം ഫെബ്രുവരി 28 ശനിയാഴ്ച നടക്കും. സമാപന സമ്മേളനം ജോൺ ബ്രിട്ടാസ് MP ഉദ്ഘാടനം ചെയ്യും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 2025 സെപ്റ്റംബർ മാസത്തിൽ ഉദ്ഘാടനം ചെയ്ത പെരളം ദേശീയ കലാസമിതിയുടെ സുവർണ ജൂബിലി ആഘോഷം വിവിധ പരിപാടികളോടെ നടന്നുവരുന്നു. പരിപാടികളുടെ സമാപന സമ്മേളനം 2026 ഫെബ്രുവരി 28 ശനിയാഴ്ച വൈകിട്ട് 6 മണിക്ക് പെരളം അമ്പലമൈതാനിയിൽ നടക്കും. 5 മണിക്ക് കേരള പൂരക്കളി കലാ അസോസിയേഷൻ കൊഴുമൽ മുണ്ടിക്കാവ് യൂണിറ്റിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന പൂരക്കളി അരങ്ങേറ്റം. സമാപന സമ്മേളനം ജോൺ ബ്രിട്ടാസ് MP ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ C ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P രമേശൻ മുഖ്യാതിഥിയാകും. എംബ്ലം രൂപകൽപ്പന ചെയ്ത PP ഗോവിന്ദൻ മാസ്റ്റർ ചടങ്ങിൽ വെച്ച് ഉപഹാരം നൽകി അനുമോദിക്കും. CPIM ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് P സന്തോഷ്, RK സുധാമണി, ഷീന KP, P ഗോവിന്ദൻ, RK ജനാർദ്ദനൻ തുടങ്ങിയവർ സംബന്ധിക്കും. തുടർന്ന് പെരളം ദേശീയ കലാസമിതി വനിതാ വിഭാഗം അവതരിപ്പിക്കുന്ന കനൽക്കാലവും കടന്ന് സംഗീതശില്പം അരങ്ങേറും. ബോക്സ് കഫേ മ്യൂസിക് ബാൻഡ് അവതരിപ്പിക്കുന്ന മ്യൂസിക് ലൈവ് നൈറ്റും ഉണ്ടാകും.
പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സി ബാലകൃഷ്ണൻ, PM ഗോവിന്ദൻ, C ഹേമരാജ്, K പ്രതീഷ്, RK ജനാർദ്ദനൻ, P മധു തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. സമ്പൂർണ്ണ ഭൗമവിവര പഞ്ചായത്താകാനുള്ള ഒരുക്കത്തിന്റെ ഭാഗമായി തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിൽ ഡ്രോൺ മാപ്പിംഗ് തുടങ്ങി. നിർമ്മിതികളുടെയും പ്രകൃതി വിഭവങ്ങളുടെയും വിവരങ്ങൾ വിവിധ തരത്തിലുള്ള മാപ്പുകളാക്കുന്ന പ്രക്രിയയ്ക്ക് തൃക്കരിപ്പൂർ ടൗണിലാണ് തുടക്കമിട്ടത്. ഡ്രോൺ മാപ്പിംഗിലൂടെയും നേരിട്ടുള്ള വിവരശേഖരണത്തിലൂടെയും ലഭ്യമാക്കുന്ന വിവരങ്ങൾ ജിയോ മാപ്പിംഗ് നടത്തിയാണ് ഭൗമവിവര സംവിധാനം ഏർപ്പെടുത്തുന്നത്. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ നിർമ്മിതികളുടെയും പ്രകൃതി വിഭവങ്ങളുടെയും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ വിവിധ തരത്തിലെ മാപ്പുകളാക്കും. ജലസ്രോതസ്സുകൾ, റോഡുകൾ, കെട്ടിടങ്ങൾ, തെരുവുവിളക്കുകൾ, കുടിവെള്ള പൈപ്പുകൾ, വിദ്യാഭ്യാസ ആരോഗ്യ സ്ഥാപനങ്ങൾ, കുളങ്ങൾ, തോടുകൾ, കിണറുകൾ, പാലങ്ങൾ എന്നിവയുടെ വിവരശേഖരണം ഡ്രോൺ ഉപയോഗിച്ച് നടത്തും. കെട്ടിടങ്ങളുടെ വിസ്തീർണം, മറ്റ് പൊതുവിവരങ്ങൾ എന്നിവ നേരിട്ട് ശേഖരിക്കും. ഈ പ്രൊജക്ട് പൂർത്തിയാകുന്നതോടെ പഞ്ചായത്തിലെ എല്ലാ വിവരങ്ങളും ലഭ്യമാകുന്ന വെബ് പോർട്ടലും പ്രവർത്തനക്ഷമമാകും. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് പദ്ധതിയുടെ നിർവഹണ ചുമതല. തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡിൽ ഡ്രോൺ പറത്തി പഞ്ചായത്ത് പ്രസിഡന്റ് സാജിദ സഫറുള്ള ഡ്രോൺ മാപ്പിംഗിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് M രജീഷ് ബാബു, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ MK പ്രസന്ന, ഫാത്തിമത്ത് അഷ്റിഫ, TS നജീബ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, പഞ്ചായത്ത് സെക്രട്ടറി പ്രമീള ബോബി, അസിസ്റ്റന്റ് പ്ലാൻ കോർഡിനേറ്റർ KV സുഭാഷ്, ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഫീൽഡ് എഞ്ചിനീയറിംഗ് സീനിയർ ടീം ലീഡ് N ലിൻസിഞ്ചു, പദ്ധതി കോർഡിനേറ്റർ അനൂപ് ബൈജു എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജാഗ്രതാ സമിതി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സനൂപ് മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജാഗ്രതാ സമിതി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സനൂപ് മോഹൻ ഉദ്ഘാടനം നിർവഹിച്ചു. ആ നിലയിൽ ഒരു ബോധവൽക്കരണ പരിപാടി ജാഗ്രതാ സമിതിയുടെ ഭാഗമായി സംഘടിപ്പിക്കുമ്പോൾ ആ ബോധവൽക്കരണ പരിപാടി കേൾക്കാൻ, മനസ്സിലാക്കാൻ, അത് പ്രാവർത്തികമാക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നിട്ടുള്ള മുഴുവൻ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളെയും ഏറെ സ്നേഹത്തോടു കൂടി ഭരണസമിതിക്ക് വേണ്ടി അഭിനന്ദിക്കുകയാണ്. അത് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, സ്വാഭാവികമായും ഒരു ലക്ഷ്യം നിറവേറ്റണമെങ്കിൽ നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളാണ് അതിൽ പരിഹരിക്കുന്നത്. വൈസ് പ്രസിഡന്റ് C രത്നവല്ലി അധ്യക്ഷത വഹിച്ചു. KKV ലക്ഷ്മണൻ, KV ലേഖ, MV സൗമ്യ, ഫാത്തിമത്ത് സുഹറ, NV അനുഷ തുടങ്ങിയവർ സംസാരിച്ചു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ജെൻഡർ കോർഡിനേറ്റർ ശ്രീജിന ക്ലാസ് കൈകാര്യം ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ഇത് ചക്കപ്പൂതലിന്റെ സമയം. വളമോ കീടനാശിനിയോ ചേർക്കാതെ സുലഭമായി കിട്ടുന്ന ഒന്നാണ് ചക്കപ്പൂതൽ. ഇതിനെ നാം വേണ്ടവിധം പ്രയോജനപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ഇത് ചക്കപ്പൂതലിന്റെ കാലമാണ്. നമ്മുടെ നാട്ടുപ്രദേശങ്ങളിൽ പ്ലാവുകളിൽ നിന്ന് മൂപ്പത്തും മുൻപേ മുറിച്ചെടുക്കുന്ന ചക്കയാണ് ചക്കപ്പൂതൽ. പുതിയ കാലത്ത് ചക്കപ്പൂതലിനെ ആരും വേണ്ടവിധം പ്രയോജനപ്പെടുത്തുന്നില്ല. വളമോ കീടനാശിനിയോ ചേർക്കാതെ പുതിയ കാലത്ത് നമുക്ക് ലഭിക്കുന്ന അപൂർവം ഭക്ഷ്യവസ്തുക്കളിൽ ഒന്നാണിത്. പ്ലാവില്ലാത്തവർക്ക് പ്രിയതരമാവുകയും അത് ധാരാളമുള്ളവർ പ്രയോജനപ്പെടുത്താതെ പോവുകയും ചെയ്യുന്ന ഒന്നാണ് ചക്കപ്പൂതൽ. അത് ചക്കയായി മൂപ്പെത്തുകയും പഴുത്ത് പാഴായി പോകുകയുമാണ് ചെയ്യാറ്. തെക്കൻ കേരളത്തിലും വടക്കേ ഇന്ത്യയിലുമൊക്കെ വൻ ഡിമാൻഡും നല്ല വിലയുമുണ്ടെന്ന് കേൾക്കുന്നുണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ ഇനിയും ഇതിന് വിപണന സാധ്യത തുറക്കപ്പെട്ടിട്ടില്ല. രുചിഭേദങ്ങൾ തേടിയുള്ള നെട്ടോട്ടത്തിലാണ് പുതിയ കാലം. അതുകൊണ്ട് തന്നെയാണ് ചക്കപ്പൂതലിന്റെ ഗുണഗണങ്ങൾ അറിയാതെ പോകുന്നതും. പച്ചക്കറിയാണ് നമ്മൾ ഇന്ന് കൂടുതൽ ഉപയോഗിക്കേണ്ടത്. ചൂടിനും ഈ രോഗങ്ങൾക്കൊക്കെ പ്രധാനമായിട്ട് ഉപയോഗിക്കേണ്ട സാധനങ്ങൾ പച്ചക്കറിയാണ്. പക്ഷേ പച്ചക്കറി നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ അത് പുറത്തുനിന്ന് വരുന്നതും അതിൽ രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ട് കൃഷി ചെയ്യുന്നതാണ്. ഇത് നമുക്ക് നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ചക്കപ്പൂല് എന്ന് പറയുന്ന ചക്കക്കുഞ്ഞെന്നോ അങ്ങനെ പലതും പറയും ആൾക്കാർ. അത് വളരെ നല്ലതാണ്. അത് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. അത് ഉപയോഗിക്കാൻ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. അതാരും അത് ഉപയോഗിക്കാറില്ല. അറേബ്യൻ വിഭവങ്ങളുടെ വ്യത്യസ്തത തേടി കുടുംബങ്ങൾ ഫാസ്റ്റ് ഫുഡ് കടകളിൽ സമയം ചെലവഴിക്കുമ്പോൾ പാഴായി പോകുന്ന നാടൻ വിഭവങ്ങളെക്കുറിച്ച് നാം ഓർക്കാറില്ല. നമ്മൾ അവഗണിക്കുമ്പോൾ വടക്കേ ഇന്ത്യയിലും ഗൾഫ് രാജ്യങ്ങളിലുമൊക്കെ രുചിയുടെ താരമായി മാറിയിരിക്കുകയാണ് ചക്കപ്പൂതൽ. ചക്കയുടെ സ്ഥിതിയും വ്യത്യസ്തമല്ല. ജാക്ക് ഫ്രൂട്ട് കൗൺസിൽ, കൃഷി വിജ്ഞാൻ കേന്ദ്ര തുടങ്ങിയ ഏജൻസികളുടെ നിരന്തരമായ പരിശ്രമത്തിന്റെ ഫലമായി ചക്കയുടെ പ്രിയവും വിപണിയും വർദ്ധിക്കുന്നുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ.
ഹൈസ്കൂൾ പഠനകാലം ചെലവിട്ട വിദ്യാലയത്തിലേക്ക് സഹപാഠികളുടെ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കമ്പ്യൂട്ടറും പ്രിന്ററും UPSും ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ കൈമാറി. തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1977-78 SSLC ബാച്ചായ ദശപുഷ്പത്തിലെ അംഗങ്ങളാണ് സ്കൂളിന് ഉപകരണങ്ങൾ നൽകിയത്. SSLC പഠനം പൂർത്തീകരിച്ച് 48 വർഷത്തിനു ശേഷം ഈ വർഷം ജനുവരിയിൽ തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1977-78 SSLC ബാച്ചിന്റെ നേതൃത്വത്തിൽ മെഗാ സംഗമം ഒരുക്കിയപ്പോഴാണ് സ്കൂളിന് ഉപകരണങ്ങൾ നൽകാൻ തീരുമാനിച്ചത്. സ്കൂൾ ഓഫീസിലേക്ക് കമ്പ്യൂട്ടറും പ്രിന്ററും UPSും ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളാണ് നൽകിയത്. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ SSLC കൂട്ടായ്മ ദശപുഷ്പത്തിലെ അംഗങ്ങൾ ചേർന്ന് സ്കൂൾ അധികൃതർക്ക് ഉപകരണങ്ങൾ കൈമാറി. UP ഷെരീഫ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രധാന അധ്യാപിക EK ബൈജ, TV വിജയൻ, MDP മുസ്തഫ, V കൃഷ്ണൻ, R പ്രദീപ് കുമാർ, N ഉഷ, K ശൈലജ, T മുഹമ്മദ്, K ഫൽഗുനൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. പയ്യന്നൂർ കണ്ടങ്കാളി ശ്രീ പൂന്തുരുത്തി ഊർപ്പഴശ്ശി വേട്ടക്കൊരു മകൻ ക്ഷേത്രം കോട്ടം കളിയാട്ടം ഫെബ്രുവരി 27 മുതൽ മാർച്ച് 2 വരെ നടക്കും. കണ്ടങ്കാളി മഞ്ഞാച്ചേരി അടിയോടി തറവാട് കളിയാട്ടം മാർച്ച് 4-5 തീയതികളിൽ നടക്കും. വാർത്തകൾ അവസാനിച്ചു. നന്ദി.